ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി രാത്രിത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ച് വന്നിരിക്കുവാണ്. അപ്പോൾ രേവതി രാത്രി നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വർഷ പ്രേത സിനിമ കാണിച്ച് തന്നെ ഉറക്കിയിട്ടില്ലെന്നും അമ്മയെ പല പല സൗണ്ടൊക്കെ ഉണ്ടാക്കി പേടിപ്പിച്ചു എന്നും പറയുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം എനിക്ക് ആ ഒരു രംഗം കാണാൻ പറ്റിയില്ലല്ലോ എന്ന് സച്ചി പറയുവാണ്. അപ്പോൾ രേവതി ചിരിക്കുന്നു. സച്ചി പറയുന്നുണ്ട്, രേവതി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നോണ്ടാന്ന് തോന്നുന്നു, എൻ്റെ കണ്ണൊക്കെ ഭയങ്കര പുകച്ചിലും എരിച്ചിലൊക്കെ എടുക്കുന്നു, ഞാൻ പോയി കുളിച്ചിട്ട് പറ്റിയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, സച്ചിയേട്ടൻ അവിടെ കിടക്ക്, ഞാൻ എണ്ണ ചൂടാക്കി കൊണ്ടുവരാം, എണ്ണ തേച്ച് കുളിച്ചു കഴിയുമ്പോഴേക്കും ഈ കണ്ണിൻ്റെ ക്ഷീണമൊക്കെ മാറും എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് സച്ചിയെ മുറിയിൽ കിടത്തിയിട്ട് രേവതി എണ്ണ എടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയാണ്. വർഷ ശ്രീകാന്തിന് ഒരു സർപ്രൈസ് ആയിട്ടൊരു ടീഷർട്ടൊക്കെ എടുത്ത് വന്നിരിക്കുവാണ്. എന്നിട്ട് ശ്രീകാന്തിനെ ഭയങ്കര സന്തോഷത്തിൽ വർഷ കൊടുക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലോ അത് നോക്കിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ വർഷേ ഈ കളർ ഡ്രസ്സൊക്കെ എനിക്ക് ഉള്ളതല്ലേ എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഈ കളറോ, ഇങ്ങനത്തെ കളറൊന്നും നിനക്കില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ കളർ ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലേ, നിനക്ക് വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരട്ടെ ഇതേ കളറുള്ള ടീഷർട്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയും, എൻ്റെ ശ്രീകാന്തേ അത് വേറെ, ഇത് ലൈറ്റ് ഷെയ്ഡാ, ഈ കളർ നിനക്കില്ല, ഇതൊക്കെ റയർ പീസാ, മെറ്റീരിയലും അടിപൊളി മെറ്റീരിയൽ ആണെന്നൊക്കെ പറഞ്ഞ് വർഷ ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, പക്ഷെ എല്ലാം കാണാൻ ഒരേപോലെ തന്നെയാണ് വർഷേ, ഞാൻ വേണമെങ്കിൽ ബെറ്റ് കേട്ടാം, ഞാൻ ഇതേപോലത്തെ സെയിം കളർ നിനക്ക് എടുത്ത് കാണിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷക്ക് അങ്ങോട്ട് ദേഷ്യം വരുവാണേ. കാരണം താൻ ആഗ്രഹിച്ചൊരു ഗിഫ്റ്റ് ശ്രീകാന്തിനെ കൊടുത്തിട്ട് ശ്രീകാന്ത് നല്ലതാണെന്നൊരു വാക്ക് പോലും പറയുന്നില്ലല്ലോ, ഇങ്ങനത്തെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വർഷക്ക് ദേഷ്യം വരുവാണ്. എന്താ ശ്രീകാന്ത് ഇത്, എനിക്കൊരു തെറ്റ് പറ്റി, ഇങ്ങോട്ട് താ ടീഷർട്ട്, ഞാൻ കടയിൽ കൊണ്ടുപോയി എൻ്റെ അളവിന് വേറെ എന്തെങ്കിലും ഡ്രസ്സ് എടുത്തോളാം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, എൻ്റെ വർഷം നീ എന്തിനാ അത് ഇങ്ങനെ ചൂടാവുന്നേ, ഞാൻ ഇങ്ങനത്തെ കളർ ഉണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, ഒരു ഭാര്യ ഒരു സമ്മാനം തരുമ്പോഴേക്കും ഇങ്ങനെയാണോ പറയുന്നത്, നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല, എനിക്കതിപ്പം മനസ്സിലായി, ഇങ്ങോട്ട് തന്നെ മാറ്റിയെടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ദേഷ്യത്തിൽ ആ ടീഷർട്ടും കൊണ്ട് പോകുവാണേ പുറത്തോട്ട്. അപ്പോഴേക്കും രേവതി ഓപ്പോസിറ്റ് സൈഡിൽ സച്ചിക്കായിട്ടുള്ള എണ്ണ ചൂടാക്കി ഇങ്ങനെ കൊണ്ടുവരുമായിരിക്കും. വർഷ ദേഷ്യത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ രേവതി വരുന്നതൊന്നും ശ്രദ്ധിച്ചില്ല. നല്ല സ്പീഡിൽ പോയി രേവതി ഒറ്റയിടി അടിക്കുവാണ്. അപ്പോഴേക്കും കയ്യിലുള്ള എണ്ണയൊക്കെ മറിഞ്ഞ് താഴെ അങ്ങനെ കൊട്ടുവാണേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അയ്യോ സോറി രേവതി ചേച്ചി, ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്തൊരു സ്പീഡിലാണ് വർഷ ഈ വരുന്നത്, നോക്കി വന്നോടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് എന്നെ ഓരോന്നും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നു, ഞാൻ ദേഷ്യത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും രേവതി ചേച്ചിയെ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സാരമില്ല, അറിയാതെയല്ലേ, ഞാൻ വൃത്തിയാക്കിക്കോളാം, വർഷ പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, ഇതെന്താ എണ്ണയാണോ എന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടനെ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോവായിരുന്നു, ഞാൻ ക്ലീൻ ചെയ്യാൻ രേവതി ചേച്ചി, മോപ്പ് എവിടെ ഇരിക്കുന്നു എന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട്. മോപ്പും കൊണ്ടൊന്നും ക്ലീൻ ചെയ്താൽ ശരിയാവില്ല, ഇത് തുണിയും കൊണ്ട് തുടച്ചെടുക്കണം, ഞാൻ എടുത്തോളാം, വർഷ കാര്യമാക്കണ്ട, വർഷ പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് അല്ലേ, ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം എന്ന് പറയുവാണേ. പക്ഷെ രേവതി സമ്മതിക്കുന്നില്ല, വേണ്ട വർഷ ചെയ്താൽ ശരിയാവത്തില്ല, എല്ലായിടത്തും മോയിലൊക്കെ ആവും, പിന്നെ ഇരട്ടിപ്പണിയാവും, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് രേവതി വർഷയെ പറഞ്ഞു വിടുവാണേ. വർഷ അപ്പം ദേഷ്യത്തിന് മുറിയിലോട്ട് തന്നെ വീണ്ടും പോവാണ്. രേവതി തുണിയെടുക്കാൻ വേണ്ടി അടുക്കളയിലോട്ടും പോകുന്നുണ്ട് എണ്ണ തുടക്കാൻ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഇതെന്താ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നത്, നീ ചെയ്ത തെറ്റെന്നാണ് റിയലൈസ് ചെയ്തോ, ഞാൻ ആ ഡ്രസ്സ് കൊള്ളില്ലെന്നല്ലല്ലോ പറഞ്ഞത്, ഇങ്ങനത്തെ കളർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ ഇട്ടോളാം എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഞാൻ തെറ്റ് റിയലൈസ് ചെയ്തിട്ടൊന്നുമില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുമില്ല, നിന്നോടുള്ള ദേഷ്യം കാരണം ഞാൻ പുറത്തോട്ട് ഇറങ്ങി പോയപ്പോഴേക്കും രേവതി ചേച്ചി വരുന്നത് കണ്ടില്ല, രേവതി ചേച്ചിയുടെ കയ്യിലായിരുന്നെങ്കിൽ എണ്ണയുണ്ടായിരുന്നു, ഞാൻ പോയി ഇടിച്ച ആ എണ്ണ മൊത്തം തറയിലോട്ട് വീണ് ഇരട്ടിപ്പണിയായി, ഇതിനെല്ലാം കാരണം നീയാ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് വർഷം വീണ്ടും ശ്രീകാന്തിനെ ചീത്ത പറയുവാണേ. ഈ ടൈമിലാണ് ചന്ദ്ര പുറത്തു നിന്നും അകത്തോട്ട് കയറി വരുന്നത്. തറയിലാണെങ്കിൽ എണ്ണ കിടക്കുവാണല്ലോ, ചന്ദ്ര അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. രേവതി ആണെങ്കിൽ തുണിയെടുക്കാൻ പോയി അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ടൈമാണ്. ചന്ദ്ര എണ്ണ കാണാതെ ആ എണ്ണയ്ക്കേറി ചവിട്ടി ഒറ്റ തെന്നൽ തന്നെ അങ്ങോട്ട് വീഴുവാണേ. പിടിക്കാൻ ശ്രമിച്ച രേവതിയും കൂടെ വീഴുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി എണ്ണയിലും തെന്നി താഴെ വീണ് കിടക്കുമ്പോഴേക്കും എല്ലാവരും ഇവരുടെ ബഹളം കേട്ട് ഓടി വരുന്നുണ്ട്, ചന്ദ്രയുടെ നിലവിളിയൊക്കെ കേട്ടിട്ട്. സുധിയൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ അമ്മേ രണ്ടുപേരും കൂടി തറയിൽ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, തറയിൽ കിടക്കുന്നതല്ലട, തെന്നി വീണതാന്ന് പറയുമ്പോഴേക്കും സച്ചിയും ശ്രീകാന്തൊക്കെ ചന്ദ്ര എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ ചന്ദ്ര തള്ളി മാറ്റുവാണേ. വിടറ, എന്നെ ആരും പിടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രേവതിയെ ചീത്ത പറയുന്നുണ്ട്, ഇവളെ മനഃപൂർവ്വം എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്,
പിന്നെ അവക്ക് വട്ടാണല്ലോ അമ്മയും കൊന്ന് ജയിലിൽ പോയി കിടക്കാൻ വേണ്ടി. അമ്മ എഴുന്നേറ്റ് എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര സമ്മതിക്കുന്നില്ല. ചന്ദ്ര പറയുന്നുണ്ട്, നോക്ക് ശ്രുതി മോളെ, ഈ തറയിലൊക്കെ എണ്ണ ഒഴിച്ചിട്ടിരിക്കുന്നത് ഇവള് മനഃപൂർവ്വം തന്നെയാണ് ഇത് ചെയ്തതെന്നൊക്കെ ചന്ദ്ര പറയുവാണേ. തെന്നിനാൻ തലയടിച്ച് വീഴാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ ചെയ്തതാന്ന് ചന്ദ്ര വീണ്ടും വീണ്ടും ആവർത്തിക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട്, എന്തിനാ എപ്പോഴും എന്ത് നടന്നാലും രേവതി ചേച്ചിയെ കുറ്റം പറയുന്നേ? രേവതി ചേച്ചി ഈ എണ്ണയും കൊണ്ട് പോകുന്ന ടൈമിൽ ഞാൻ കണ്ടില്ല. ഞാൻ സ്പീഡിൽ നടന്നു വന്ന ടൈമിൽ രേവതി ചേച്ചി ഒറ്റ ഇടിച്ചപ്പോഴേക്കും എണ്ണ മൊത്തം താഴെ മറിഞ്ഞു വീണു എന്നൊക്കെ വർഷ പറയുവാണ്. എൻ്റെ മിസ്റ്റേക്കാന്നൊക്കെ വർഷ സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയും, എണ്ണ താഴെ വീണെങ്കിൽ അതപ്പം തന്നെ തുടക്കണ്ടേ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, തുടക്കാൻ വേണ്ടി ഞാൻ തുണിയെടുക്കാൻ പോയ ടൈമില അമ്മ വന്ന് എണ്ണ ചവിട്ടി വീണേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ വെറുതെ കള്ളം പറയല്ലേ രേവതി, ഞാൻ വരുന്നത് നീ കണ്ടിട്ട് അവിടെ മാറി നിൽക്കുമായിരുന്നില്ലേ, ഞാൻ തെന്നി വീഴുന്നത് വരെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ കൊല്ലാൻ വേണ്ടിയാണോടി നീ ഈ വീട്ടിലോട്ട് കയറി വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എണ്ണയും ചവിട്ടി തെന്നി വീണ് എൻ്റെ കൈയും കാലും ഒടിയാൻ വേണ്ടി തന്നെയാണ് ഇവളിത് ചെയ്തതെന്നൊക്കെ ചന്ദ്ര വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തുമ്പോൾ വർഷ പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ പറഞ്ഞില്ലേ രേവതി ചേച്ചി അല്ല, ഇത് എൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ കാരണമാണ് എണ്ണ വീണേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വർഷേ അധികം ഒന്നും പറയണ്ട, വർഷ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മ അത് സമ്മതിച്ചു തരില്ല. അമ്മ രേവതിയുടെ തലയിൽ എല്ലാ കുറ്റവും ഇടത്തുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ് രേവതിയെ എപ്പോഴും കുറ്റപ്പെടുത്തണം. ഇന്ന് എണ്ണ ഒരു കാരണമാക്കി കിട്ടി, അത് വിട്ടേക്കെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇതൊക്കെ ഇവള് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാ. ഇന്നലെ രാത്രി പ്രേതത്തിന്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കി എന്നെ പേടിപ്പിച്ചു. ഇപ്പൊ എണ്ണ ഇവിടെ കൊട്ടിയിട്ട് എന്നെ ഉരുട്ടിയിട്ടു, എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയായി ഇവൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുവാണേ. വർഷ പിന്നൊന്നും മിണ്ടുന്നില്ല. ചന്ദ്രനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. രേവതിയും മിണ്ടുന്നില്ല. അപ്പോൾ സുധി പറയുന്നുണ്ട്, ശരിയാ അമ്മേ, ഇത് സത്യം പറഞ്ഞ ഒരു മർഡർ അറ്റംപ്റ്റിന് തുല്യ. IPC സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെക്ഷൻ ആലോചിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, IPC സെക്ഷൻ പറയുന്ന മുഖം നോക്കിയേ, ശരിക്കും പറഞ്ഞ ഈ IPC സെക്ഷനൊക്കെ നിന്റെ തലയെ കെട്ടിവെച്ചിട്ട് വേണം ജയിലിൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടിയിട്ട്, അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എടാ അമ്മ എണ്ണ കാണാതെ എണ്ണയെ ചവിട്ടി തെന്നി വീണു, അത് വിട്ടേക്ക്, ഇതെന്തോ ഇന്റർനാഷണൽ ക്രൈം നടന്ന പോലെയാണല്ലോ ഇവിടെ എല്ലാവരും സംസാരിക്കുന്നതെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങനെയേ പറയത്തുള്ളൂ, കാരണം നിങ്ങൾക്ക് അമ്മേനോട് സ്നേഹമില്ലല്ലോ. അപ്പോൾ സച്ചി പറയും, എടാ അമ്മേനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അമ്മ വീണപ്പോൾ തന്നെ ഞങ്ങൾ പിടിക്കാൻ വേണ്ടി പോയത്, പക്ഷെ അമ്മ ഞങ്ങളുടെ കൈ തട്ടിമാറ്റി കളയുന്നു. നീ ഇത്രയും നേരമായിട്ട് അമ്മയെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പോലും ശ്രമിച്ചോ? ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ സച്ചി പറയുവാണ്. എന്നിട്ട് സച്ചി വീണ്ടും ചന്ദ്രയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോകുമ്പോൾ സുധി പറയുന്നുണ്ട്, അങ്ങോട്ട് മാറടാ, എൻ്റെ അമ്മയെ എഴുന്നേൽപ്പിക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സുധി ചന്ദ്രയുടെ കൈ പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സുധി വന്നപ്പോഴേക്കും ചന്ദ്ര കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുധി പൊക്കാൻ നോക്കിയിട്ട് ചന്ദ്ര പൊങ്ങുന്നില്ലേ, കുറേ ബലം പിടിച്ച് ചന്ദ്രയെ പൊക്കുന്നുണ്ട്. പക്ഷെ സുധി വീണ് പോവാണ്. ചന്ദ്രനെ പൊക്കാൻ ശ്രമിക്കുമ്പോൾ സുധി വീഴുമ്പോഴേക്കും ചന്ദ്ര വീണ്ടും കുത്തി വീഴുവാണ്. അങ്ങനെ രണ്ടുപേരും കിടന്ന് നിലവിളിക്കുവാണ്. സുധിയുടെ കാലിലോട്ടാണ് ചന്ദ്ര വീഴുന്നത്. അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് സുധിയും കരയുന്നുണ്ട്. എൻ്റെ നടു നീ വീണ്ടും ഒടിച്ചതോടെ മഹാപാപി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ നിലവിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോടാ നിന്നോട് എന്നെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, വന്നേക്കുന്നു അവൻ എന്നെ പിടിച്ച് പൊക്കാന്നൊക്കെ പറഞ്ഞ് സുധിയെ ചീത്ത വിളിക്കുന്നുണ്ട് ചന്ദ്ര. കണ്ടില്ലേ, അമ്മയുടെ പുഞ്ഞാര മോൻ അമ്മയെ വീണ്ടും തള്ളി താഴെ ഇട്ടുന്ന് സച്ചി കളിയാക്കുന്നുണ്ട്. ഇവൻ കാരണം അമ്മയ്ക്ക് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. 50 ലക്ഷത്തിൽ തുടങ്ങിയ പ്രശ്നമാണ്, ഇപ്പോഴും മാറിയിട്ടില്ല എന്നൊക്കെ പറയുവാണ് സച്ചി. ഇവരൊന്നും മിണ്ടുന്നില്ല, ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വന്ന് സുധിയെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ശ്രീകാന്തും വർഷയും വന്ന് ചന്ദ്രയും എഴുന്നേൽപ്പിച്ച് കസേരയെ കൊണ്ടുപോയി ഇരുത്തുവാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, പാലറേട്ടെത്തി അമ്മയുടെ കാൽ എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക, വേദനയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് സച്ചി പോകുവാണ്. അങ്ങനെ രണ്ടുപേരും കസേരയിലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അയ്യോ എൻ്റെ നടുവും കാലും ഒക്കെ പോയെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി എന്തോ ഓയിൽമെൻ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ചന്ദ്രയുടെ കാലിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടില്ലേ ശ്രുതി അവളുടെ അഹങ്കാരം, എന്നെ മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ അവൾ ചെയ്തേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും പറയും, അതേമേ എന്നെയും അവൾ കൊല്ലാൻ വേണ്ടി നോക്കിയതാന്നൊക്കെ പറയുവാണേ. ഇത് കേട്ടിട്ട് നമ്മുടെ വർഷ വീണ്ടും ചാടിത്തുള്ളി വരുവാണേ. നല്ല ദേഷ്യത്തിൽ തന്നെയാണ് വരുന്നത്. ആൻറ്റിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, ഇത് രേവതി ചേച്ചിയല്ല, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണെന്ന്. എന്താ ആൻറ്റി ഇത്, എല്ലാ കുറ്റങ്ങളും എപ്പോഴും രേവതി ചേച്ചിയുടെ തലയിൽ തന്നെ കെട്ടിവെക്കണമെന്നാണോ ആൻറ്റിക്ക് എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര ചീത്ത പറയുന്നുണ്ട് വർഷയെ. എന്താ വർഷയെ നിൻ്റെ സൗണ്ടൊക്കെ കൂടിക്കൂടി വരുന്നത്? അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാൻ പയ്യല്ലേ നേരത്തെയൊക്കെ പറഞ്ഞത്, പക്ഷെ ആൻറ്റി എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് അവൾക്കിങ്ങനെ അഹങ്കാരം കൂടിക്കൂടി വരുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തിരിച്ചു പറയുന്നുണ്ട്. വർഷയുടെ അടുത്ത് ചന്ദ്രയുടെ ഒരു വിളവിലും നടക്കത്തില്ല, കാരണം വർഷ അതിന് അപ്പം തന്നെ തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട്. രേവതി ചേച്ചി എന്താ വല്ല ഇലക്ഷനിലും നിൽക്കുവാണോ ഞാൻ രേവതി ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി? ഞാൻ ശരിയുടെ ഭാഗത്ത് നിന്നേ സംസാരിച്ചിട്ടുള്ളൂ, ഇത് രേവതി ചേച്ചിയുടെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ മിസ്റ്റേക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആൻറ്റി എന്താ കേൾക്കാത്തതെന്ന് വർഷ വീണ്ടും ചോദിക്കുവാണ്.
സച്ചിയേട്ടൻ പറഞ്ഞത് ശരിയാ. രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്താൻ നമുക്ക് ഡെയിലി ഓരോ കാരണങ്ങൾ വേണം. അത് തന്നെയാ ശരി. ഇനി മേല ഇങ്ങനെയൊന്നും നടന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് വർഷ ചൂടായി തന്നെ അവിടെ നിന്നും പോകുവാണേ. ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്ര മാത്രമല്ല, ശ്രുതിയും സുധിയും അങ്ങനെ തന്നെ നിൽക്കുവാണേ. വർഷ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഈ വർഷ എന്താ എപ്പോഴും രേവതിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയും, എനിക്ക് തോന്നുന്നത് രണ്ടുപേരും ചേർന്നുള്ള കളിയാണെന്നാ ഇത്. ഇന്നലെ രാത്രി രണ്ടുപേരും ചേർന്നല്ലേ നമ്മളെ പേടിപ്പിച്ചത്. ഇതും രണ്ടുപേര് ചേർന്നായിരിക്കും ഓയിലൊക്കെ തറയിൽ ഒഴിച്ചിട്ടേന്നൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതിയും അത് ശരിവെച്ച് കൊടുക്കുന്നുണ്ട്. ശരി ആൻറ്റി, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. രണ്ടുപേരും ചേർന്നുള്ള കളി തന്നെയാണ്. ഈ രേവതി എന്തൊക്കെയോ പറഞ്ഞ് വർഷയെ മാറ്റിയെടുത്തിരിക്കുക, നമുക്കെതിരെ തിരിച്ചിരിക്കുക. അന്ന് തന്നെ കണ്ടില്ലേ, എന്നെപ്പറ്റി ഓരോന്നും പറഞ്ഞ് ആൻറ്റിയെ കരയിച്ചു. ഇപ്പതേ ആൻറ്റി ഇവിടെ ഉരുട്ടിയിടുകയും ചെയ്തു. ഈ രേവതിയുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണേ. എന്നിട്ട് ചന്ദ്രയുടെ കാലൊക്കെ മസാജ് ചെയ്ത് സോപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചന്ദ്ര അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ വർഷക്ക് രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കൽ ഇത്തിരി കൂടുതലാണ്, അത് നിർത്തിക്കൊടുക്കണം. എന്ത് വഴി സ്വീകരിച്ചാലും ശരി, അത് നിർത്തിക്കൊടുക്കണം എന്ന് ചന്ദ്ര മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രേവതി തനിക്ക് പരിചയത്തിലുള്ള ഒരു ചേച്ചിയെ വിളിച്ചിട്ട് ഇങ്ങനെ മരുന്ന് ചോദിക്കുവാണേ. വീണ് കഴിഞ്ഞ് കാല് നല്ല വേദനയുണ്ട്, അപ്പോൾ അത് ശരിയാകാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി ചോദിക്കുന്നുണ്ട്, ആർക്കാ രേവതി എന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ അമ്മായിയമ്മ അറിയാതെ ഒന്ന് വീണു എന്നൊക്കെ, ഓയിൽ ചവിട്ടി വീണു എന്ന് പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, നല്ല കാര്യമല്ല അത്, എപ്പോഴും നിന്നെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുവല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, എന്തിനാ ചേച്ചി ഇങ്ങനെ പറയുന്നത്, അമ്മയുടെ കാല് നല്ല വേദനയുണ്ട്, ചേച്ചിക്ക് ഇങ്ങനെ കൈവൈദ്യമൊക്കെ അറിയാലോ, നാട്ടുവൈദ്യമൊക്കെ അറിയാലോ, ഒന്ന് പറഞ്ഞതാന്ന് പറയുമ്പോഴേക്കും ആ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം ചൂടുവെള്ളത്തിലൊന്ന് നല്ലോണം തുണിയൊക്കെ മുക്കി ഒന്ന് മസാജ് ചെയ്ത ശേഷം ഒരു വൈദ്യം എന്നിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. കുറേ സാധനങ്ങൾ ഇലകളൊക്കെ ഇട്ട് തിളപ്പിച്ച് എന്തോ ഒരു നാട്ടുവൈദ്യം ഒരു കിഴി കെട്ടിയിട്ട് കാലിൽ വെക്കണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി അതൊക്കെ കേട്ടിട്ട് അത് തയ്യാറാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോഴേക്കും സച്ചി വരുന്നുണ്ട്. എവിടെ രേവതി, എൻ്റെ എണ്ണ എത്ര നേരമായി ഞാൻ ചോദിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഇപ്പം ഉണ്ടാക്കി തരാം സച്ചിയേട്ടാന്ന് പറയുവാണ്. നീ ഇത് എന്ത് ചെയ്യുവാന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മക്ക് നല്ല കാലുവേദനയില്ലേ, അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടി മരുന്ന് റെഡിയാക്കുവാന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കും, നീ ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെയാണോ അത് ഇപ്പം ഇങ്ങനെ ആയതാണോ എന്ന് ചോദിക്കുവാണേ. അപ്പോൾ രേവതി ചോദിക്കും, അതെന്താ സച്ചിയേട്ടാ അങ്ങനെ ചോദിക്കുന്നേ, അല്ല ഇത്ര നേരം നീ കാരണമാണ് അമ്മ വീണേന്നൊക്കെ അമ്മ അവിടെ കിടന്ന് നിന്നെ ചീത്ത പറയുമായിരുന്നു, ആ നീ തന്നെ ഇവിടെ വന്നിട്ട് അമ്മക്ക് വേണ്ടിയുള്ള മരുന്നൊക്കെ ഉണ്ടാക്കുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സച്ചി പറയുവാണേ. അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ വേദനയിലിരിക്കുന്ന ഒരാളെ നോക്കി വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ എൻ്റെ ഒരു ചേച്ചിയെ വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ ചെയ്താൽ വേദനയൊക്കെ മാറും എന്ന് പറഞ്ഞെന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇപ്പം നീ ഈ മരുന്നും കൊണ്ട് അമ്മയുടെ അടുത്ത് ചെന്നാലുണ്ടല്ലോ, അതൊക്കെ എടുത്ത് നിൻ്റെ മുഖത്തന്നെ വലിച്ചെറിയും. എൻ്റെ അമ്മയെ എനിക്കറിയൂലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഹേ ഇപ്പം അമ്മ നല്ല വേദനയിലിരിക്കുക, അപ്പോൾ ഈ മരുന്നും കൊണ്ട് പോയാൽ എന്തായാലും അമ്മ അത് മേടിക്കും. ഓ പിന്നെ എൻ്റെ പുഞ്ഞാര മരുമോള് എനിക്ക് വേണ്ടി മരുന്നൊക്കെ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു, എന്തൊരു സ്നേഹമാണ് എന്നോടെന്നൊക്കെ അമ്മ ഇപ്പം തന്നെ വിചാരിക്കുമെന്ന് സച്ചി കളിയാക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇത് നീ ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മ എന്ത് പറയുമെന്ന് ഞാൻ കാണിച്ചു തരാം, വേണമെങ്കിൽ ഒരു ഡെമോ കാണിച്ചേറ്റേ, നീ ആ മരുന്നും കൊണ്ടുപോവാ, ഞാനാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ ഇങ്ങനെ ഇരിക്കുവാണേ. അയ്യോ എൻ്റെ കാല്, എൻ്റെ നടുവെന്ന് പറഞ്ഞ് ചന്ദ്ര കരയുന്ന പോലെ സച്ചി ഇരുന്ന് കരയുവാണ്. അപ്പോൾ രേവതി ആ മരുന്നും കൊണ്ട് വരുവാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ അമ്മയാണേ, നീ മരുന്നും കൊണ്ട് വാ, അതുപോലെ തന്നെ അഭിനയിക്കണമെന്ന് പറയുമ്പോൾ രേവതി അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും, എന്താടി അമ്മയുടെ കാലിൽ വെക്കാൻ മരുന്ന്, ഓ എന്നെ തള്ളിയിട്ടതും പോരാ അവൾ മരുന്നും കൊണ്ട് വന്നിരിക്കുക, തള്ളിയിട്ടിട്ട് കൊച്ചിനെ പിച്ചി തൊട്ടിലാട്ടുന്ന പോലെയാണല്ലോ നിന്റെ പ്രവൃത്തി, നിങ്ങനെ പാവത്തിനെ പോലെ ഇരുന്നിട്ട് എങ്ങനെ നിനക്കിതൊക്കെ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ ചന്ദ്ര ചീത്ത പറയുന്നത് പോലെ തന്നെ സച്ചി അഭിനയിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ കാല് എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതല്ലേ, ഇതൊക്കെ നീ പ്ലാൻ ചെയ്തതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് സച്ചി പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ശരിക്കും ദേഷ്യപ്പെടുവാണ്. ഇതൊന്നും അമ്മ പറയുന്നതല്ല, സച്ചിയേട്ടൻ ഉള്ളിൽ നിന്നും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നെന്ന് രേവതി ചീത്ത പറയുവാണ് സച്ചിയെ. ഞാൻ എന്തിനാ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ, ഇങ്ങനെ തന്നെയായിരിക്കും എൻ്റെ അമ്മ പറയാൻ പോകുന്നത്, എനിക്ക് നല്ല ഉറപ്പാന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, എന്നെ ആദ്യമായിട്ടൊന്നല്ലല്ലോ പറയുന്നത് എന്നും പറഞ്ഞ് ഒരാൾ വേദനയിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത് ശരിയല്ല, അയാൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, ഞാൻ എന്തായാലും ഇത് കൊടുക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, കൊടുത്തിട്ട് കിട്ടുന്നതൊക്കെ നീ മേടിക്കുകയും ചെയ്തോ, ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കില്ലല്ലോ, അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് സച്ചി പറയുവാണേ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമുറിയിൽ ഇങ്ങനെ ഇങ്ങനെ വേദന എടുത്ത് കിടക്കുവാണ്. ശ്രുതി കൂടെ തന്നെയുണ്ട്. വേദന കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് ശ്രുതി പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഹേ അതൊന്നും വേണ്ട, കുറച്ചു നേരം കിടന്നാൽ ശരിയായിക്കോളും എന്ന് പറയുവാണ്. ശ്രുതിയാണെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കുവാണ്. ശ്രുതി എരികേറ്റി കൊടുക്കുവാണ് ചന്ദ്രയെ. ആൻറ്റി വരുന്നത് കണ്ടിട്ടും രേവതി താഴെ ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേന്ന്
ചോദിക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവൾ എങ്ങനെ പറയാനാ, ഞാൻ വീഴാൻ വേണ്ടി തന്നെയല്ലേ അവൾ കാത്തിരിക്കുന്നത്, അവൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, ഇതൊന്ന് ശരിയാവട്ടെ, മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പറഞ്ഞു വിടുവാണേ ചന്ദ്ര. ഈ ടൈമിലാണ് നമ്മുടെ രേവതി മരുന്നും കൊണ്ട് വരുന്നത്. രേവതി വരുന്നത് കാണുന്നതും ശ്രുതി അവിടെ തന്നെ നിൽക്കുവാണേ. രേവതി ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, വേദന ഇപ്പം എങ്ങനെയുണ്ട് അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വന്നിരിക്കുവാണല്ലോ. എന്തിനാ, കുറവുണ്ടെങ്കിൽ എന്നെ ഒന്നും കൂടി ഉരുട്ടി താഴെ ഇടാനാണോ എന്ന് ചോദിക്കുവാണേ. അല്ല അമ്മേ, ദേ ഇത് ഞാൻ കുറച്ച് ചൂട് പിടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാന്ന് പറയുമ്പോഴേക്കും, ഹോ, എന്നെ തള്ളിയിട്ടതും പോരാ, ബാക്കിയുള്ളവരുടെ മുമ്പിൽ നല്ല പേര് കിട്ടാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്, എനിക്ക് ചൂടൊന്നും വേണ്ട, നീ കൊണ്ടുപോയിക്കെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ചൂട് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിനുള്ള മരുന്നും തരാം, അത് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ വേദന എളുപ്പം മാറും അമ്മ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ചന്ദ്ര അതൊന്നും കേൾക്കുന്നില്ല. നീ പോയടി, എല്ലാവരുടെ മുമ്പിലും നല്ലവളാവാൻ വേണ്ടി അവൾ അഭിനയിക്കുക, എനിക്ക് നിൻ്റെ ഒന്നും വേണ്ടാന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല, ഞാൻ ദേ ഇതിവിടെ വെച്ചോളാം, അമ്മ ചൂട് പിടിക്കണമെങ്കിൽ ചൂട് പിടിച്ചോളൂ, ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ഈ വേദനകളൊക്കെ എളുപ്പം മാറും, ഞാൻ മരുന്നെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട് രേവതി പോകുവാണേ. ചന്ദ്ര പയ്യെ ചൂട് പിടിക്കുന്നതൊക്കെ എടുത്തിട്ട് കാലിൽ ഇങ്ങനെ ആരും കാണാതെ വെക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നല്ല ആശ്വാസം ഉണ്ടല്ലോ, ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചൂട് പിടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൻ്റെ ചൂടാറുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, ചൂടാറിയല്ലോ, അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവളുടെ കളിയാക്കലൊക്കെ കേൾക്കേണ്ടി വരും, ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് ഇത് വീണ്ടും ചൂടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പയ്യെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ കിഴി എടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് പോവാണ്. രേവതി ഈ ടൈമിൽ സ്റ്റൂൾ ഇട്ടിട്ട് മുകളിൽ കബോർഡിൽ ഇങ്ങനെ പൊടികളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുവാണ്. ഇലകളും എന്തോ കാര്യങ്ങളൊക്കെ ചന്ദ്രക്ക് മരുന്നുണ്ടാക്കാനുള്ളത് തപ്പിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ അടുക്കളയിൽ വരുമ്പോഴേക്കും രേവതിയെ കാണില്ല. രേവതി ഇങ്ങനെ മുകളിൽ കയറി ഇങ്ങനെ തപ്പുന്നത് കാണുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഈ മേളിൽ കയറി ചെയ്യുന്നേ, അമ്മക്ക് മരുന്നുണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുക്കുവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, ഞാൻ എനിക്കൊരു മരുന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേടി നിന്നോടെന്ന് പറഞ്ഞ് ചൂടാക്കാൻ വേണ്ടി സ്റ്റൗവിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ രേവതി നിന്നിരുന്നേച്ച സ്റ്റൂൾ അറിയാതെ അങ്ങോട്ട് തെന്നി പോവാണ്. ചന്ദ്ര കാണുന്നില്ല, സ്റ്റൂൾ നീങ്ങുന്നുണ്ട്, ചന്ദ്ര ചൂടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഈ ടൈമിലാണ് രേവതി മുകളിൽ നിന്നും താഴോട്ട് കാല് കുത്താൻ വെക്കുമ്പോഴേക്കും സ്റ്റൂള് കാണുന്നില്ല. രേവതി അവിടെ നിന്ന് ഇങ്ങനെ വീഴാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചി അടുക്കളയിലോട്ട് വരുവാണ് എണ്ണ റെഡിയായോ എന്നറിയാൻ. അപ്പോൾ രേവതി വീഴാൻ പോകുന്നതും സച്ചി കയറി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം രേവതി വീഴുന്നില്ല, രേവതിയെ കോരിയെടുക്കുവാണ് സച്ചി. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കുമായിരിക്കുമേ. രേവതി വീണ് കൈയൊക്കെ തട്ടിയിട്ട് ചന്ദ്രയുടെ മേത്തോട്ട് എല്ലാ പൊടികളും കൂടി കൊട്ടി ചന്ദ്രയുടെ തലവഴി വീണ് ചന്ദ്ര ഒരു ഭൂതൻ രൂപത്തിൽ നിൽക്കുവാണ്. ഈ രൂപം കണ്ട് രേവതിയും സച്ചി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. അയ്യോ അമ്മയെന്ന് പറഞ്ഞ് ചന്ദ്രയുടെ അടുത്തോട്ട് പോകുമ്പോഴേക്കും ചന്ദ്ര ദേഷ്യത്തിൽ രേവതിയുടെ കൈ തട്ടി മാറ്റുവാണ്. പൊടി മൊത്തം പറക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രക്ക് അടുത്ത പണി ഇട്ടിരിക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനിർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.